സുഹൃത്തുക്കളെ, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് കള്ളന്മാരെ സൂക്ഷിക്കുക, അതിനുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സമ്മർ കോച്ചിങ് ക്യാമ്പിന് വേണ്ടിയിട്ട് കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, സത്യസന്ധമായ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ക്യാമ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ പൈസ പോവാതെ കൃത്യമായ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ തിരഞ്ഞെടുക്കാനും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോൻ്റെ ഒരു ലിങ്ക് ഇതാ ഞാൻ വീണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കാണുക, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണുക. എന്നിട്ട് നിങ്ങളുടെ പണം പോവാതെ എങ്ങനെ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയ രീതിയിലുള്ള ക്യാമ്പുകൾ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളൊരു സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലൂക്ക സോക്കർ ക്ലബിൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പിനെ കുറിച്ചാണ്. എന്താണ് ലൂക്ക സോക്കർ ക്ലബ്ബ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. കാരണം ഇത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഇന്ന് KPL അടക്കമുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള പല ടൂർണമെന്റുകളും കളിക്കുന്ന, സീനിയർ കാറ്റഗറിയിലും അണ്ടർ 21 കാറ്റഗറിയിലും അണ്ടർ 18 കാറ്റഗറിയിലും ഒക്കെ വിവിധങ്ങളായ മത്സരങ്ങൾ കളിക്കുന്ന വളരെ ഉഷാറായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഈ ഒരു ക്ലബിൻ്റെ പല കാറ്റഗറികളിലേക്കുള്ള സമ്മർ കോച്ചിങ് ക്യാമ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ലൂക്ക സോക്കർ ക്ലബിൻ്റെ ഒരു സമ്മർ കോച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ലൂക്ക സോക്കർ ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം മിക്കവാറും ആളുകൾക്കൊക്കെ അറിയെങ്കിലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചു വെച്ചോളൂ. ലൂക്ക സോക്കർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മളെ KPL കളിക്കുന്ന, ഇന്ത്യയിലെ വിവിധങ്ങളായ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന, വ്യത്യസ്ത കാറ്റഗറികളിൽ ടീം ഇറക്കുന്ന, വളരെ സജീവമായിട്ട് ഫുട്ബോളിലുള്ള ഒരു ക്ലബ്ബാണ് ലൂക്ക സോക്കർ ക്ലബ്ബ്. ഇതിൻ്റെ സീനിയർ ടീമുണ്ട്, അതുപോലെ തന്നെ അണ്ടർ 21 ടീമുണ്ട്, അണ്ടർ 17 ടീമുണ്ട്. ഈ ടീമുകളൊക്കെ വളരെ സജീവമായി ഇന്ത്യയിലെ വിവിധങ്ങളായ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന വർഷങ്ങളിൽ I ലീഗ് അടക്കം, അണ്ടർ 17 I ലീഗ് അടക്കം, അതുപോലെ തന്നെ റിലയൻസ് ഡെവലപ്മെന്റ് ലീഗിലൊക്കെ കളിക്കാനുള്ള ശുഭപ്രതീക്ഷയോടുകൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ ക്ലബ്ബ് തന്നെയാണ് ഈ ലൂക്ക സോക്കർ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലബിലേക്കുള്ള അതിൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്ത പല താരങ്ങളും ഇന്ന് അവരുടെ KPL ടീമിലടക്കം കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്കുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സോക്കർ ക്യാമ്പ് നിങ്ങൾക്ക്, ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ലൂക്ക എന്ന് പറയുന്നതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലബിൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ലൂക്ക കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ എവിടെയാണെങ്കിലും ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഈ ലൂക്ക സോക്കർ ക്ലബിൻ്റെ ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള അവരുടെ എലൈറ്റ് ടീമിലേക്ക് സ്കോളർഷിപ്പോട് കൂടി പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതിന് പുറമെ എല്ലാ പ്ലേയേഴ്സിനും, അതുപോലെ ഈ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫുട്ബോളിനെ കുറിച്ച് കൃത്യമായ ഐഡിയ ഉണ്ടാക്കുക, അവരെ നല്ല ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിൽ കൂടി പ്രധാന ലക്ഷ്യം എലൈറ്റ് ടീമിലേക്ക് പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ ക്യാമ്പിൽ നിങ്ങൾ പെർഫോമൻസ് നന്നാക്കി നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടുകയാണ്, അവരുടെ ടീമിന് ഭാഗവാക്കാവാൻ പറ്റുന്ന പ്ലെയർ ആണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ സ്കോളർഷിപ്പോട് കൂടി തന്നെ ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. ഇനി നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ അനുസരിച്ച് അതൊരു പക്ഷേ പകുതി സ്കോളർഷിപ്പ് കിട്ടാം, ഫുൾ സ്കോളർഷിപ്പ് കിട്ടാം. അതൊക്കെ നിങ്ങളുടെ കാലിബർ അനുസരിച്ച്, നിങ്ങളുടെ യോഗം മാറി നിങ്ങൾക്ക് അത് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലബ്ബ് നടത്തുന്ന ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്. ഇതൊരു 45 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. 45 ദിവസം. ഏപ്രിൽ 18-നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ അതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിന് ആവശ്യമെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അതിന് മുന്നേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. ഈ ഒരു 45 ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 2 ട്രെയിനിങ് കിറ്റ് കിട്ടും. അതായത് 2 ജേഴ്സിയും ഷോർട്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന് പുറമെ ഒരു ടീഷർട്ട് ഉണ്ടാവും, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ കൃത്യമായ ന്യൂട്രീഷൻ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. ഹൈ പെർഫോമൻസ് ഫുട്ബോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഒരു ഫുട്ബോളർക്ക് ഏതൊക്കെ രീതിയിലാണോ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ ട്രെയിനിങ് ആണോ വേണ്ടത്, അത് റെഡിയാക്കുന്ന ഹൈ പെർഫോമൻസ് ട്രെയിനിങ്
ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ടാവും. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയ അനുഭവമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് സെഷൻസ് ഉണ്ടാവും. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്, ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന പല ആക്ടിവിറ്റികളും നമ്മളൊക്കെ ഫുട്ബോളിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും. അതൊന്നുമല്ല, ശരിയായ ഫുട്ബോളർ എങ്ങനെയാണ് ജിമ്മ് യൂസ് ചെയ്യേണ്ടത്, ബാക്കി ട്രെയിനിങ് എങ്ങനെ ചെയ്യേണ്ടത് തുടങ്ങിയ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിയോന്റെ സർവീസ് 24/7 ഉണ്ടാവും. പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലോഡ് വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രൂപത്തിലൊക്കെ നിങ്ങളെ റിക്കവർ ചെയ്യാനുള്ള ഫിസിയോസ് ഉണ്ടാവും. അതുപോലെ റിക്കവറി സെഷൻസ് ഉണ്ടാവും, പ്രാക്ടീസ് മാച്ചസ് ഉണ്ടാവും, എക്സ്പോസർ ട്രിപ്പുകൾ ഉണ്ടാവും, സ്കൗട്ടിംഗ് ടു ലൂക്ക SC എലൈറ്റ് ടീംസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരെ എലൈറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിന് ഫീസ് വരുന്നത് 26,000 രൂപയാണ്. 45 ദിവസത്തേക്ക് 26,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് ചില ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, ഈ പൈസ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും നിങ്ങളൊരു ഫുട്ബോളർ ആവോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് ഇറങ്ങണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് ലൂക്കേൻ്റെ മാത്രമല്ല, ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള സമ്മർ കോച്ചിങ് ക്യാമ്പുകളിൽ പോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 26,000 രൂപ ഫീ വരുന്നതിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2,000 രൂപ ഓൾറെഡി കൊടുത്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. ഈ കൊടുക്കുന്ന 2,000 നിങ്ങളുടെ 26,000 നിന്നും ഡിഡക്ട് ചെയ്ത് ബാക്കി പൈസയാണ് പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതാ ഈ തരുന്ന ഈ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ഈ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നുകിൽ ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാ മറ്റൊരു നമ്പർ ഞാൻ തരുന്നുണ്ട്, ഈ നമ്പറിലേക്കും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഗൂഗിൾ ഫോം ആ നമ്പറിലേക്ക്, നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ അയച്ചത് ആ നമ്പറിലേക്ക് അവർ ഗൂഗിൾ ഫോം അയച്ചു തരും. അപ്പോൾ നിങ്ങളത് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് ബാക്കി നിർദ്ദേശങ്ങൾ എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സമ്മർ കോച്ചിങ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഓൾറെഡി ഒരു ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഒരു ബാച്ചിൽ 26 കുട്ടികൾക്കാണ് അവസരം കൊടുക്കുന്നത്. അങ്ങനെ 26ൻ്റെ ഒരു ബാച്ച് കഴിഞ്ഞു. അടുത്ത ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ചിന്തിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് തീരുമാനം എടുക്കുക, എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. കാരണം 26 ആളുകളാണ് മൊത്തം അടുത്ത ബാച്ചിന് ഇനി ചാൻസ് ഉള്ളൂ. അതിൽ തന്നെ പല ആളുകളുടെയും രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് അതോറിറ്റിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഏപ്രിൽ 18-നാണ് ക്യാമ്പ് തുടങ്ങുന്നതെങ്കിൽ പോലും രജിസ്ട്രേഷൻ ഒരു മാർച്ച് പകുതിയോടുകൂടി അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും കുട്ടികൾ ഇതിലേക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം എന്നുള്ള ഇത് ഞാൻ നേരത്തെ പറയണം എന്ന് നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വിഷയമായിരിക്കും, ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം എന്നുള്ളത്. ഓക്കെ, 15 വയസ്സ് തികഞ്ഞ ആർക്കും ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അപ്പോൾ അണ്ടർ 70 കാറ്റഗറിയിലോ അണ്ടർ 21 കാറ്റഗറിയിലോ ഇനി സീനിയർ ടീമിലോ ഏതിലാണോ നിങ്ങളുടെ ഏജ് സ്യൂട്ടാന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് എലൈറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ റീലുകൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുന്നത് മാത്രം പോരാ, യൂട്യൂബിൽ നിങ്ങൾ കൃത്യമായി കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതുപോലുള്ള സെലക്ഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാക്കി ഫുട്ബോളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മളെ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക. നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.